നമസ്കാരം. കേരളത്തിലെ അമ്മമാരെ അറിഞ്ഞോ? കരുനാഗപ്പള്ളിയിൽ ഒരു പട്ടിണി മരണം. പഞ്ചസാര വെള്ളം മാത്രം കുടിച്ചും അരി കുതിർത്തതും കഴിച്ച് ഒരു യുവതി മരിച്ചിരിക്കുന്നു. സ്ത്രീധനത്തിന്റെ പേരിൽ 5 വർഷത്തെ കൊടിയ പീഡനങ്ങൾക്കൊടുവിൽ അവൾ മരണത്തോട് കീഴടങ്ങിയിരിക്കുന്നു. ന്യൂമോണിയ വന്നു പനിച്ചു വിറച്ചാണ് അവൾ മരിച്ചത്. അവളും പെറ്റിട്ടിട്ടുണ്ട് 2 പെൺകുഞ്ഞുങ്ങളെ. തെരുവു പട്ടിക്ക് സമമായി അവൾ ചത്തുവെങ്കിൽ അതിനുള്ള ഉത്തരവാദി അവളെ കൊന്നവരല്ല, കൊല്ലിച്ചവർ, കൊല്ലാൻ കൂട്ടുനിന്നവർ മാത്രമാണ്. 18 വയസ്സു തികയുന്നതും കാത്തുനിന്ന് പുസ്തക ലോകത്തിൽ നിന്നും അവളെ പറിച്ചെടുത്ത് ലോകവിവരം പോലുമില്ലാത്തവളെ ഏതെങ്കിലും ഒരുത്തന് കെട്ടിച്ചു കൊടുക്കും. അവിടെ കഴിഞ്ഞോ നിങ്ങളുടെ ഉത്തരവാദിത്തം? 10-20 വർഷം അവളുടെ കൈ വളരുന്നുണ്ടോ കാൽ വളരുന്നുണ്ടോ നോക്കി വളർത്തിയവർക്ക് പിന്നെ ഒരിക്കലും അവളെ കാണണമെന്ന് തോന്നുകയില്ലേ? അവളുടെ ശബ്ദമെങ്കിലും കേൾക്കണമെന്ന് തോന്നാറില്ലേ? അയ്യോ കൊല്ലല്ലേ എന്ന് അലറി വിളിച്ച് അവൾ വീട്ടിൽ വന്നപ്പോൾ അവളുടെ ഭർത്താവ് വലിച്ചിഴച്ചു കൊണ്ടുപോയത്രേ. നോക്കി നിന്നില്ലേ നിങ്ങൾ? മാധ്യമങ്ങൾക്ക് മുന്നിൽ കഷ്ടമായി പോയെന്നും പറഞ്ഞ് താടിക്കു കൈവയ്ക്കാൻ നാണമാകുന്നില്ലേ അമ്മമാരെ? ഒന്നും വേണ്ടിയിരുന്നില്ല, ആരും കാണാതെ അവൾക്ക് ഇത്തിരി ഉരുളയെങ്കിലും ഉരുട്ടി ഊട്ടാമായിരുന്നു നിങ്ങൾക്ക്. പെൺമക്കൾക്ക് നിങ്ങൾ ഇനിയും പറഞ്ഞു കൊടുക്കുക, വിവാഹമാണ് ജീവിതത്തിലെ ഏറ്റവും വലിയ സംഭവമെന്ന്. കല്യാണം കഴിഞ്ഞാൽ നീ സുരക്ഷിതയാണ്, ഭർത്താവാണ് പിന്നെ നിന്റെ കാണപ്പെട്ട ദൈവമെന്നൊക്കെ. ഭർത്താവ് പട്ടിണിക്കിട്ടാലും ചവിട്ടിയാലും നീ സഹിക്കണം. എല്ലാം സംരക്ഷകൻ തരുന്ന പൂച്ചെണ്ടുകളായി കരുതണം. ഞങ്ങൾ സ്നേഹത്തോടെ തന്നയക്കുന്ന സ്ത്രീധനം ഭർത്താവിനോ അവൻ്റെ അമ്മയ്ക്കോ ഉള്ളതാണ്. അതിൽ അവന് കുറവ് തോന്നി ലേശം നിന്നെ തല്ലിയാൽ മോളത് കൊള്ളണം. ആണുങ്ങളല്ലേ, അവരുടെ ദേഷ്യമാണ്, പോട്ടേന്ന് വെക്കണം. എല്ലാം കണ്ടില്ല കേട്ടില്ല എന്ന് നടിക്കുന്നവളാണ് നല്ല പെണ്ണ്. പഠിച്ച് ജോലി വാങ്ങി 4 കാശ് അധികമായാൽ ഞങ്ങളുടെ മോൾ അഹങ്കാരിയാവും. ഭർത്താവും വീട്ടുകാരും പട്ടിണിക്കിട്ടാൽ പട്ടിണി കിടക്കുക. അരി കുതിർത്തും പഞ്ചസാര കലക്കിയതുമൊക്കെ തന്നാൽ സന്തോഷത്തോടെ കുടിക്കുക. പോലീസിൽ പരാതി നൽകി അവനെ പിടിച്ചകത്തിടുന്നതിനെ പറ്റി മോൾ ചിന്തിക്കരുത്. ഭർത്താവിൻ്റെ ദുഃഖം ഭാര്യയുടെ കൂടിയാണെന്ന് ഓർത്ത് സഹിക്കുക. പിന്നെ പട്ടിണി കിടന്നു നീ മരിച്ചാൽ അത് വിധിയാണെന്ന് കരുതുക. താലി അറത്തു വീട്ടിൽ വന്നിരിക്കുന്നതിനേക്കാൾ നല്ലതല്ലേ മോളെ പട്ടിണി കിടന്നു ചാവുന്നത്? നീ മണ്ണോട് മണ്ണ് ചേരുമ്പോഴും സുമംഗലിയായി മരിക്കാൻ കഴിഞ്ഞവളാണെന്ന് സുഹൃതം കൊള്ളുക. അതിലും വലിയ സുഹൃതം വേറെ ഇല്ലെന്ന് പറഞ്ഞു പഠിപ്പിക്കുക. ഒരു സഹജീവി ചത്തുകൊണ്ടിരിക്കുകയാണെന്നറിഞ്ഞിട്ടും നിസ്സഹായതയുടെ മുഖം മൂടിയണിഞ്ഞ് മിണ്ടാതിരുന്നവരാണ് തെറ്റുകാർ. നിങ്ങളാണ് അവളെ കൊല്ലിക്കാൻ കൂട്ടുനിന്നവർ. കൊന്നവരുടെ കാരണങ്ങളോട് തർക്കിക്കാൻ നിൽക്കുമ്പോഴല്ല, ചത്തുകൊണ്ടിരുന്നവളുടെ കയ്യു പിടിക്കുമ്പോഴാണ് മനുഷ്യനാവുക. ചുറ്റും ജീവിക്കുന്ന ഒരു മനുഷ്യൻ പട്ടിണി കിടന്നു ചാവുന്നുവെങ്കിൽ, കൂട്ടിനാളില്ലാതെ ആത്മഹത്യ ചെയ്തുവെങ്കിൽ അവരുടെ ജീവിത പരിസരങ്ങളിൽ അമ്മയെന്നും അച്ഛനെന്നും സഹോദരങ്ങളെന്നും ബന്ധുക്കളെന്നും അയൽക്കാരെന്നും കൂട്ടുകാരെന്നും മാധ്യമങ്ങളെന്നും പോലീസെന്നും സാമൂഹ്യനീതി വകുപ്പെന്നും പറഞ്ഞു ജീവിച്ചവർ തന്നെയാണ് കുറ്റക്കാർ. കൊന്നവരെക്കാൾ കൊടിയ കുറ്റക്കാർ.